പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ താനുമായി കൃത്യമായി സൗഹൃദം പുലർത്തുന്ന പലരും പ്രധാനമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. BJP-യിൽ കുറേയധികം നേതാക്കൾ തന്നോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആ രീതിക്ക് മുന്നോട്ട് പോയിരുന്നെങ്കിൽ പല അട്ടിമറികളും നടന്നനെ എന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇപ്പോഴും BJP-യിൽ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ നിതിൻ ഗഡ്കരിയുടെ മേൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. ഗഡ്കരി എന്തൊക്കെ തീരുമാനിക്കുമെന്നോ ഏതൊക്കെ രീതിയിലായിരിക്കും നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതെന്നോ അവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. മന്ത്രിസഭയിൽ നിന്നും ഗഡ്കരിയെ പുറത്താക്കിക്കൊണ്ട് സുഗമമായി മുന്നോട്ട് പോകാനും ഇരുവർക്കും കഴിയില്ല. അമിത്ഷായും നരേന്ദ്രമോദിയും എന്തൊക്കെ രാഷ്ട്രീയപരമായി നേട്ടം നേടിയെന്ന് പറഞ്ഞാലും ഗഡ്കരി അവർക്ക് ഒരു വലിയ ബാരിയർ തന്നെയാണ്. ഗഡ്കരിയെ അത്ര എളുപ്പത്തിലൊന്നും വശമുതലാക്കാൻ കഴിയില്ല. ഗഡ്കരിക്ക് സീനിയോറിറ്റി ഉണ്ട്, RSSുമായുള്ള വലിയ തോതിലുള്ള സഹകരണമുണ്ട്. RSS കാര്യാലയത്തിന്റെ കൂടി കവറേജ് വരുന്ന രീതിയിൽ ആ മേഖലയുടെ MP കൂടിയാണ് എന്ന് ഓർക്കണം. ദേവേന്ദ്രനല്ല, ഏത് വലിയ കൊലകൊമ്പൻ വന്നാലും ഗഡ്കരിയുടെ തട്ട് താണ് തന്നെ നിൽക്കുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് അദ്ദേഹത്തിന്റെ നീക്കവും. മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ കളികളൊന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല എങ്കിലും കേന്ദ്രത്തിൽ ചില പദ്ധതികൾ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. മോദിയുടെ 75 വയസ്സ് പിന്നിടുന്ന സമയത്തും ഗഡ്കരി ഒരു സൂചന RSS നേതൃത്വത്തിന് കൊടുത്തിരുന്നു. മോദിയെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേവലം പിറന്നാൾ ദിവസം മാറ്റേണ്ട എന്ന് വിചാരിച്ച് അതിനർത്ഥം അദ്ദേഹത്തിനെ ശാശ്വതമായി അടുത്ത 2 തെരഞ്ഞെടുപ്പിലും നിർത്താമെന്നല്ല. രാജ്നാഥ് സിംഗ് എന്തോ ഭയം മൂലം പറയുന്നത് പോലെ തോന്നുന്നു. രാജ്നാഥ് സിംഗ് പറയുന്നു നരേന്ദ്രമോദി തന്നെയായിരിക്കും 2029-ലും 34-ലും നയിക്കുക എന്ന്. എന്ത് പോഷ്കത്തരമാണ് വിളിച്ചു പറയുന്നതെന്ന് ഗഡ്കരി അനുകൂലികൾ കൃത്യമായി പറയുന്നു. ഈ രാജ്യത്ത് അമിത്ഷാ പ്രധാനമന്ത്രിയാകാനുള്ള കുപ്പായം തച്ച് റെഡിയാക്കുകയാണ്. ഗഡ്കരി ഉള്ളിടത്തോളം കാലം അത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. മോദിയെയും അമിത്ഷായെയും തുരത്താൻ ഗഡ്കരിക്ക് ഏത് രീതിയിലുള്ള സാഹചര്യം വെട്ടിത്തുറന്നു കൊടുക്കാനും രാഹുലും തയ്യാറാവുകയാണ്. കാരണം അത്രയേറെ തീവ്ര ഫാസിസ്റ്റ് മനോഭാവം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് ഈ 2 നേതാക്കളും. ന്യൂനപക്ഷങ്ങളോട് വലിയ രീതിയിലുള്ള വർഗവെറി കാണിക്കുന്ന നേതാക്കൾ അവരോട് കൃത്യമായി കണക്ക് ചോദിക്കേണ്ട ധർമ്മം കൂടി രാഹുലിന് ബാക്കിയുണ്ട്.